ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും മനോഹരമായിട്ടുള്ള ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, നമ്മളുടെ ബ്രാൻഡ് നെയിം ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിരിക്കണം. അത് വളരെ സിമ്പിൾ ആയിരിക്കണം, ഈസി ആയിരിക്കണം. ആർക്കും ഏത് പ്രായക്കാർക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. മറ്റു ഭാഷകളിൽ നിന്ന് വേറൊരു അർത്ഥം, മോശമായിട്ടുള്ള അർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊരു ട്രേഡ് മാർക്കുള്ള പേരായിരിക്കണം. അതായത് നമ്മൾ ട്രേഡ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടാൻ ഈസി ആയിട്ടുള്ള പേരുകളായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇനി ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഒരു ബ്രാൻഡ് നെയിം ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസിക്ക് അങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ അത്രയും പൈസ നിങ്ങൾക്ക് മുടക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ടെക്നോളജിക്ക് ഇത്രയും എൻഹാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടുകൂടി നമുക്കിത് വളരെ മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടൊരു ടൂളുണ്ട്. namelix.com എന്നാണ് ഈ സൈറ്റിന്റെ പേര്. അപ്പോൾ namelix.com ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ www.namelix.com എന്നുള്ള സൈറ്റിലേക്ക് നമ്മൾ എത്തി. അതിന്റെ ആദ്യത്തെ പേജ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എൻ്റർ കീവേഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു സ്നാക്സ് ബ്രാൻഡിന് വേണ്ടി ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഇതിൽ ഞാനിപ്പോൾ ബേസിക് ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു സ്നാക്ക് ബ്രാൻഡിന്റെ കുറച്ച് ക്വാളിറ്റീസ് ആണ് കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റിന്റെ കുറച്ച് ക്വാളിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്വാളിറ്റി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രഷ്നെസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്പി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ എന്താണ് ഫീച്ചേഴ്സ് ഉള്ളത്, അപ്പോൾ അത്തരത്തിലുള്ള വേർഡുകൾ കൊടുത്ത് നിങ്ങൾക്ക് കീവേഡ്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് വരും. ഓട്ടോ, ബ്രാൻഡബിൾ നെയിംസ്, ഇവോക്കേറ്റീവ്, ഷോർട്ട് ഫ്രേസ്, കോമ്പൗണ്ട് വേർഡ്സ്, ഓൾട്ടർനേറ്റ് സ്പെല്ലിംഗ്, നോൺ ഇംഗ്ലീഷ് വേർഡ്സ്, റിയൽ വേർഡ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻസിനകത്ത് നമുക്ക് ഇതുപോലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓട്ടോ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്തായി വരുന്നത് ഇതേപോലെ സെലക്ട് ജനറേഷൻ റാൻഡംനെസ്. അപ്പോൾ ലോ, മീഡിയം, ഹൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മീഡിയം എന്നുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ബിസിനസ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്നാക്സ് മാനുഫാക്ചറിങ് ബിസിനസ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണിക്കും. പല വിധത്തിലുള്ള പല ടൈപ്പിലുള്ള ബ്രാൻഡ് നെയിമുകളുടെ ഒരു കോമ്പിനേഷൻസ് നമുക്ക് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് എം ഫ്രഷ് എന്നുള്ള ബ്രാൻഡിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് അതിന്റെ ഫുൾ ഒരു ഡിസ്ക്രിപ്ഷൻ കാണിക്കും. ഇത് എങ്ങനെയാണ് ഈ ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെയുള്ള കംപ്ലീറ്റ് കാണിക്കും. അതുപോലെ ഡൊമൈൻ അവൈലബിലിറ്റി, നമുക്ക് വെബ്സൈറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റ് ഇത് അവൈലബിൾ ആണ്, ഈ പേരിൽ അവൈലബിൾ ആണെന്നൊക്കെ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ emfresh.com എന്നുള്ള സൈറ്റ് ഇല്ലെങ്കിൽ emfreshsnack.com എന്നുള്ള സൈറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതിന്റെ തൊട്ട് താഴേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മൾ സെലക്ട് ചെയ്ത ബ്രാൻഡ് നെയിമിനോട് സിമിലാരിറ്റി ഉള്ള കുറേയേറെ ബ്രാൻഡ് നെയിമുകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നെയിമുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതല്ല വേണ്ടിയെങ്കിൽ പുതിയ സെർച്ച് നിങ്ങൾക്ക് ചെയ്ത് പുതിയ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.